സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രിസൺ എസ്കേപ്പിന് തന്നെ മൂന്നാമത്തെ പാർട്ടായിട്ടാണ്. സോ ഈ ഒരു പാർട്ടിൽ നമുക്ക് ഈ ഒരു ഗെയിമിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് പറ്റുമോ നോക്കണം. ഈ ഒരു പാർട്ടിൽ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഓരോ ഒബ്ജക്റ്റീവ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ മതി. ഇപ്പോൾ നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നെഗോഷിയേറ്റ് എ സെൽ എക്സ്പാൻഷൻ വിത്ത് മിസ്സസ് ഡോറോത്തി എന്നാണ്. ഓക്കെ, ലൈറ്റ്സ് ഇപ്പോൾ ഓഫ് ആകും. ഓക്കെ, ലൈറ്റ്സ് ഔട്ടായി. എല്ലാവരും കിടന്ന് ഉറങ്ങി. അപ്പോൾ നമുക്കും കിടന്ന് ഉറങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും രാവിലെ ആയിട്ടുണ്ട്. ഡേ 6 ആട്ടത്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഗോട്ട് ഇറ്റ് വൺസ് യു റീച്ച് അബൌട്ട് 10 meters ഡീപ്പ്. Start digging horizontally to the north after around 15 meters in that direction. You reach the abandoned tunnels. അപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 10 മീറ്റർ കുടിക്കണം. ഇപ്പോൾ നമ്മൾ എത്ര മീറ്റർ ആയെന്ന് നോക്കട്ടെ. 10 മീറ്റർ കുടിക്കണം, അതാണ് സംഭവം. 10 മീറ്റർ നമ്മൾ അടിയിലേക്ക് കുഴിച്ചിട്ട് നമ്മൾ നോർത്തേക്കാണ് പിന്നെ കുഴിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ 6.5 മീറ്ററോളം കുഴിച്ചിരിക്കണേ. അപ്പോൾ നമുക്കിനി 10 മീറ്റർ അടിയിലേക്ക് കുഴിച്ചിട്ട് നമ്മൾ നോർത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമ്മൾ സെൽ എക്സ്പാൻഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടോ ശരിക്കും? അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ അറിയില്ല. ഓക്കെ, നമ്മളവിടെ സൂപ്പ് കുടിച്ച് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും സെൽ എക്സ്പാൻഷനുള്ള പൈസ നമുക്ക് എങ്ങനെയും ഒപ്പിക്കണം. മറ്റേ ചങ്ങായിക്ക് നമ്മളിത് കൊടുക്കണം. ഏത് റിച്ച് സെറ്റപ്പ് ഒരു ജയിലിൽ നിൽക്കുന്ന ഒരു ചങ്ങായില്ലേ, അയാൾക്ക് നമ്മളെന്തോ ലേറ്റർ അങ്ങനെ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ തരും അയാൾ. ഇനിയിപ്പോൾ നമുക്ക് സെൽ എക്സ്പാൻഷൻ ചെയ്യണം നിർബന്ധം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോർത്ത് നോക്കുന്ന സാധനമില്ല, നമുക്ക് മേടിക്കാം. ഫസ്റ്റ് നോർത്ത് നോക്കുന്ന സാധനമാണ് കോമ്പസ് നമ്മൾ വാങ്ങണം. ആ കോമ്പസ് നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ കുഴിക്കാൻ. എങ്ങനെ സൈഡൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് അതൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. അയാൾ വന്ന് രാവിലെ തന്നെ വെറുപ്പിക്കാൻ. ടോയ്ലറ്റ് പേപ്പർ വരെ ചോദിച്ചു നോക്കാം. ഓക്കെ, കിട്ടി. ഐ സി യു ഇൻ ദ സെൽ അഗെയിൻ 30 seconds. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഫെയർ ഹൗസ് തുറന്നിട്ടല്ലേ ഇയാളൊന്നും പറയൂല കേട്ടോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. നോർത്ത് നോക്കണം, എല്ലാ സാധനം ഉണ്ടോ നമുക്ക് നോക്കണം. ഈ സെൽ എക്സ്പാൻഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ അറിയാത്തത്. നമുക്കെന്തായാലും ചോദിച്ചു നോക്കാം. അടുത്തിന് $50 വേണടാ. $50 ഇപ്പോൾ നമ്മുടെ കയ്യിൽ എടുക്കാനില്ല. $50 ഇപ്പോൾ എങ്ങനെ നമ്മൾ ഉണ്ടാക്കാമെന്ന് ഞാൻ ആലോചിക്കണത്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ കുഴിക്കണ പരിപാടി വീണ്ടും തുടങ്ങാം. നമ്മളിപ്പോൾ ഏകദേശം 6.8 മീറ്ററായി. ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് വേണടാ. എനർജി കഴിഞ്ഞാൽ ഞാൻ എനർജി വാങ്ങാൻ മറന്നുപോയി. ഒരു കാര്യം ചെയ്യാം, വേഗം മേലെ കയറാം. ഓക്കെ, ടൂൾ ഹൈഡ് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലെ ഒരു സാധനം നമുക്ക് വിൽക്കാം. അപ്പോൾ അയാൾ പുറത്തു പോണ സമയത്ത് ഇതൊരു കാര്യം ചെയ്യാം, ആദ്യം മുതൽ കുഴിച്ചിട്ട് വരാം ഞാൻ. 2000 years later. സോ അപ്പം എന്തായാലും നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഏകദേശം നമ്മൾ ഓവർനൈറ്റ് ഇരുന്ന് കുഴിച്ചിട്ട് അയ്യോ പറഞ്ഞ കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞാൽ കാർഡ് വരും. 1 മിനിറ്റ് ഞാൻ നിങ്ങളെന്തായാലും കാണിക്കുക. അത് സൂപ്പ് ഒന്ന് കുടിക്കട്ടെ. എന്തായാലും നമ്മൾ ഓവർനൈറ്റ് ഇരുന്ന് ഇന്നലെ ഫുള്ള് ഇരുന്ന് നമ്മൾ കുടിക്കലായിരുന്നു ഗെയിമിൽ. ഏകദേശം 4 മണിക്കായിട്ടാണ് നമ്മൾ കിടന്നത്. ഇതെന്നാ നിങ്ങളെന്തായാലും കാണിച്ചു തരാം. നമ്മൾ കുഴിച്ച് ഏകദേശം 8 മീറ്റർ എത്തിച്ചു. അതിന് നമ്മൾ നേരത്തെ കുഴിച്ചതിനേക്കാളും കൂടുതൽ നമ്മൾ എന്തായാലും കുഴിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ അത്യാവശ്യം പണിയാണെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വിചാരിച്ച ഭയങ്കര പണിയാണ്, ആകെ സീനായി വിചാരിച്ചു. ഞാൻ റെക്കോർഡിങ് മാറ്റി വെക്കേണ്ടി വരും നേരെ വിചാരിച്ച്. പക്ഷെ നമ്മുടെ ഈ ടൂളിൻ്റെ പവർ ഞാൻ ഇപ്പോഴും അറിയണത്. നമ്മൾ ഈ ഒരു ടൂളായിട്ട് മാത്രം കുഴിക്കുമ്പോഴും ഓരോ ടൂളിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വന്ന് കുഴിക്കണത് ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് ഐറ്റംസൊക്കെ വെക്കുക. ഒരു ലോഡ് സാധനങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ പോവും. വേഗം വിട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം വേറൊരു കാര്യമൊക്കെ മനസ്സിലായി. എന്താ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ നമുക്ക് ആ മറ്റേ ചങ്ങായിടൊക്കെ കൊടുത്തിട്ട് ഡോളറാക്കി മാറ്റാൻ പറ്റും. അതിനെപ്പോഴാണ് ശ്രദ്ധിച്ചത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലോട്ട് ചെയ്തതെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ എന്തായാലും നമുക്ക് പൈസ ആക്കി മാറ്റാൻ പറ്റും. നമുക്ക് 80 ടിഷ്യൂ പേപ്പർ ഇപ്പം നമ്മുടെ കയ്യിൽ 88 അല്ലേ. നമ്മൾ ഇതിൽ നിന്ന് 80 അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അയാളിൽ നിന്ന് $8 എടുക്കാം. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ലൈറ്റർ കിട്ടിയിട്ടാണ് മറ്റേ ചെങ്ങായി കൊടുക്കാനുള്ള. അതുകൊണ്ട് നമുക്ക് $7 സെറ്റായി. 7-8 ടിഷ്യൂ പേപ്പറൊക്കെ മറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ 7-8
$15 നമുക്ക് സെറ്റാകും. അപ്പോൾ ഏകദേശം ടോട്ടൽ $30 അപ്പോൾ നമുക്ക് സെറ്റാവും. പിന്നെ $20 വേണ്ട, അതിന് നമുക്ക് ഒപ്പിക്കണം. ഓക്കെ, നമുക്കിനി കുഴിക്കണ പരിപാടി വീണ്ടും തുടങ്ങാം. ഞാൻ ഇന്നത്തെ ലെറ്റർ എന്താ ഞാൻ ശ്രദ്ധിച്ചില്ല, പുല്ല് കാരണം നമുക്കതല്ലേ വീണ്ടും നമുക്ക് കുഴിച്ചു തുടങ്ങാം. കുഴിച്ച് നമുക്കൊരു 10 മീറ്റർ എത്തിക്കാം. ഓക്കെ, $2. ഇതൊക്കെ പൈസ കേട്ടാ, ഇതൊക്കെ പൈസ ഞാൻ വെറുതെ കളക്ട് ചെയ്ത് പോലെയാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ പൈസയും സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിലാണ് ഞാൻ അറിയണത്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കൊരു 8.5 മീറ്റർ കുഴിച്ചിട്ട് നമുക്ക് നിർത്താം. അടുത്തൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം. ഇനി ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് മേലെ പോട്ടെ. ഓക്കെ, നമ്മൾ അത്രയും കുഴിച്ച് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുമെങ്കിൽ നമ്മൾ അകത്ത് പോയാലാണ് അതിൻ്റെ ഒരു കുഴിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാവുക. കാരണം നമ്മൾ ആദ്യമൊക്കെ നമ്മൾ പൊട്ടന്മാരുമാതിരി ഇങ്ങനെ വലിയൊരു വട്ടത്തിൽ ഇങ്ങനെ കുഴിക്കുന്നു, പക്ഷെ അങ്ങനെ കുഴിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഇനി ലഞ്ച് ബ്രേക്ക് ആവട്ടെ. അപ്പോൾ ഇങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്യണേ മിക്കവാറും നല്ല ലെങ്ത് ആവട്ടെ ഈ ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും $50 പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് വരാം. ഗൈസ്, മൊത്തത്തിൽ മൂഞ്ചി ചെറുതായിട്ട്. കാരണം ഞാൻ $50 എടുത്ത് കഴിഞ്ഞിട്ട് മറ്റേ എക്സ്പാൻഷനും ചെയ്ത് ഫുള്ള് സെറ്റാക്കി. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നുമില്ല. എനിക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുന്നതുകൊണ്ടാണോ എനിക്കറിയില്ല, എനിക്ക് കണ്ടിട്ട് വലിയ മാറ്റം തോന്നുന്നില്ല. മാത്രമല്ല മറ്റേ ഇയാളൂടെ നിൽക്കണമല്ലോ, പോടോ. എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നു. ഇനിയിപ്പോൾ മാറ്റം വന്നിക്കണം. ഇങ്ങനെ കാണുമ്പോൾ വലിയ മാറ്റം തോന്നണില്ല. ചിലപ്പോൾ ഇതിൻ്റെ കുഴപ്പമാവും, പക്ഷേ എന്നാലും $50 മാറ്റമൊന്നുമില്ല. $50 പിന്നെ എനിക്കൊരു കൊട്ടാരം ഉണ്ടാക്കി തരാടാ. കഷ്ടപ്പെട്ട് എടുത്തല്ലേ, ജയിലിൽ താമസിച്ചിട്ട് കഷ്ടപ്പെട്ട് $50 ഉണ്ടാക്കിയിട്ട് വലിയ മാറ്റം തോന്നുന്നില്ല എന്ന് പറയുന്നത് മോശമല്ലേ? ഇപ്പോൾ ഒരു ബൈ ന്യൂ ഫർണിച്ചർ ഇൻ വെയർ ഹൗസിൽ നിന്ന് ഇവിടെ ഇനി ഫർണിച്ചർ ഇടണം. എടങ്ങറായിപ്പോൾ ആകെ മൊത്തത്തിൽ പണി അയക്കണ്. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റേ ചെങ്ങായി ഗാർഡിച്ച് വരുന്ന സമയത്തെ മറ്റേ ഒരു വെയർ ഹൗസിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് പോയി നോക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ നോർത്ത് എന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് നോക്കി പോകണ്ടേ നമുക്ക്. അപ്പോൾ വല്ല കോമ്പസാ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് വാങ്ങണം വെയർ ഹൗസിൽ നിന്ന്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അയാളെ വിളിച്ചെത്തിയിട്ടുണ്ട് നമ്മൾ. എവിടെ പറഞ്ഞ വഴി ഇയാൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഇല്ല, ഒന്നുമില്ല. ടോയ്ലറ്റ് പേപ്പർ വരെ ചോദിച്ചു നോക്കാം. അതെങ്കിലും തന്നു ഇയാൾ. 30 സെക്കൻഡായിട്ട് അയാൾ വീണ്ടും വരും. 30 സെക്കൻഡായിട്ട് ഇഞ്ചി വരണ്ട. ഇനി ഫർണിച്ചർ വാങ്ങണം. ഫർണിച്ചറിനൊക്കെ എത്ര രൂപ? ഫർണിച്ചറിന് $200. $50 ഉണ്ട്. 250. വില കുറവുള്ള ഏറ്റവും വില കുറവുള്ള മറ്റേ $50 ഇല്ല, അതാണ് ഏറ്റവും വില കുറവുള്ളത്, വേറെ ഒന്നുമില്ല. ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ഗെയിം കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ Day 8 ആയി. നമുക്ക് Day 10 ഈ ഒരു ഗെയിമിൽ Day 10 ആകുമ്പോഴത്തേന് എസ്കേപ്പ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 3 പാർട്ടിൽ ഗെയിം തീർക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ റെഡി ആയില്ല. ഗെയിം അത്യാവശ്യം ടഫാണ്. നമ്മളിഞ്ഞും വീഡിയോയുടെ ലെങ്ത്ത് ഇനി നമ്മൾ കൂട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഇതാ കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ തൽക്കാലത്തിലൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണുക. എല്ലാവർക്കും ബൈ.